എത്ര ചെറുതായിക്കോട്ടെ ചില പാർട്ടികളും ഗ്രൂപ്പുകളും പിന്തുണ പ്രഖ്യാപിച്ചാൽ അത് പ്രധാന പാർട്ടികളും മുന്നണികളും ഉയർത്തിക്കാട്ടും. എന്നാൽ ചിലരുടെ പിന്തുണ അങ്ങനെയല്ല. രഹസ്യമായി തന്നാൽ വാങ്ങും, പരസ്യമായി പ്രഖ്യാപിച്ചാൽ വേണമെന്നോ വേണ്ടെന്നോ പറയാതെ വഴുതി മാറും. ഇതിന് ചില കാരണങ്ങളുണ്ട്. ചിലരുടെ പിന്തുണ വഴി കിട്ടുന്ന ആകെ വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകളാവും ആ പിന്തുണ വഴി നഷ്ടമാവുക. പിന്തുണയുടെ പേരിൽ 100 വോട്ട് കിട്ടുമെങ്കിൽ ആ പേരിൽ 1000 വോട്ട് വേറെ പോകും. BJP ഡീലും SDPI പിന്തുണയും ആ മട്ടിലുള്ളതാണ്. അതുകൊണ്ടാണ് BJPയുമായി ഡീലുള്ളത് എതിർ മുന്നണിക്കാണെന്ന് ആവർത്തിച്ചു പറയാൻ UDFും LDFും ഒരുപോലെ ശ്രമിക്കുന്നത്. അതിലും അപകടകരമാണ് SDPI പിന്തുണയെന്ന് ഇരു മുന്നണികൾക്കും നന്നായി അറിയാം. നിരോധിത സംഘടനയായ PFIയുമായുള്ള SDPI ബന്ധമടക്കം ചർച്ചയാകും. എന്നാൽ മഞ്ചേശ്വരവും നിയമവും പോലെ BJP മുഖ്യ എതിരാളിയായി വരുന്ന ചില മണ്ഡലങ്ങളിലെങ്കിലും എത്ര ചെറുതാണെങ്കിലും SDPയുടെ വോട്ട് ജയവും പരാജയവും നിശ്ചയിക്കാൻ പര്യാപ്തമാണ്. പക്ഷേ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളുടെയും അവസ്ഥ അതല്ല. വലിയ വിവാദവും ചർച്ചയുമായ SDPക്ക് ശരിക്കും എത്ര വോട്ടുണ്ട്? മാധ്യമങ്ങളും പാർട്ടികളുമൊക്കെ നൽകുന്നൊരു ഹൈപ്പ് ശരിക്കും ഈ പാർട്ടിക്കുണ്ടോ? കഴിഞ്ഞ നിയമസഭ, ലോക്സഭ, തദ്ദേശ വോട്ടെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളമാകെ തികച്ച് 1 ലക്ഷം പോലും വോട്ട് സ്വന്തമായില്ലാത്ത പാർട്ടിയാണ് SDP എന്ന് പറയേണ്ടി വരും. മുസ്ലിം വിഭാഗത്തിൽ മഹാഭൂരിപക്ഷവും SDPയ്ക്കെതിരാണ്. ചെറു ന്യൂനപക്ഷം മാത്രമാണ് SDPയ്ക്ക് പിന്തുണ നൽകുന്നത്.